Hello friends, welcome to our English class for revising our lessons for the first year examination. I am Rashmi Raghunath, Government VNHSS for Girls, Manakad. We have already familiarized all the lessons in the English course book. From those lessons, some have been selected as the focus area. Let's take a look at those lessons. So today, we will be dealing with His First Flight, I Will Fly, If, and Then Gandhi Came, The Price of Flowers, Death the Leveler, The Sacred Turtles of Kandau, and The Sarang of Ranaganji. We will just take a look at the first lesson, His First Flight, by Liam O'Flaherty. ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ഒരു യങ് സീഗൾ അല്ലേ? കഥ തുടങ്ങുമ്പോൾ അവൻ ഒറ്റയ്ക്ക് ഒരു പാറക്കെട്ടിന് മുകളിലിരിക്കുന്നു. The previous day, his siblings, that is, his brothers and sister, flew away with their parents. The young seagull did not join them as he thought his wings would not support him. അന്നത്തെ ദിവസം അവൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല അല്ലേ? So, maddened by hunger, he tries to attract the attention of his family by standing on one leg on the ledge and pretending to fall asleep. But nobody except his mother notices him. She brings a piece of fish close to his beak, but does not feed him. He dives forward to catch the piece of fish. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? Yes, he falls outwards and downwards into space. Then what happens? His wings spread naturally and he flies. His family also joins him and later he lands on the sea. So, എന്തായിരുന്നു ഈ യങ് സീകളിൻ്റെ പ്രോബ്ലം? Yes, lack of self-confidence, lack of self-esteem and fear. അല്ലേ? How does he overcome that? Yes, with the support of his family. ഈ ലെസണിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? യെസ്, ചില സെൻറ്റൻസസ് കോട്ട് ചെയ്ത് ചോദിക്കാം. നമുക്കൊന്ന് നോക്കാം. ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കിയേ. ദാറ്റ് വാസ് 24 hours ago. സിൻസ് ദെൻ nobody had come near him. ഇതിനെ ബേസ് ചെയ്ത് എന്ത് ചോദിക്കാം? വാട്ട് ഈസ് ദ ഇൻസിഡൻറ്റ് റെഫേർഡ് ടു? അല്ലേ? പിന്നെ ഹൂ ഇസ് ദ ഹീ റെഫേർഡ് ടു ഹിയർ? അങ്ങനെയും ചോദിക്കാം. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്. ഓർമ്മയില്ലേ? താൻ ജനിച്ച അല്ലെങ്കിൽ താൻ മുൻപ് ഉണ്ടായിരുന്ന ആ മുട്ടയുടെ ഷെല്ല് അതിനകത്ത് പോലും പോയി ചുരണ്ടി നോക്കുന്ന യങ് സീകൾ. അപ്പോൾ അങ്ങനെ അവനവനെ തന്നെ ഭക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവൻ വന്നു എന്ന ആ സെൻറ്റൻസ് ഒരു പക്ഷേ കോട്ട് ചെയ്ത് ചോദിച്ചേക്കാം. ഓൺലി ഹിസ് മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം. എപ്പോഴാണ്? വെൻ ഹി സ്റ്റാൻഡ്സ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ലെഡ്ജ് ആൻഡ് ഹി പ്രിറ്റൻസ് ടു ഫോൾ അസ്ലീപ്പ്. അച്ഛൻ എന്ത് ചെയ്യായിരുന്നു ആ സമയത്ത്? ഹി വാസ് ക്ലീനിങ് ഹിസ് ഫെദേഴ്സ് ആൻഡ് ഹിസ് സിബ്ലിങ്സ് വർ അസ്ലീപ്പ്. അവർ ഉറങ്ങുകയായിരുന്നു അല്ലേ? പക്ഷെ ആര് മാത്രമാണ് ഈ യങ് സീകളിനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്? അമ്മയാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയുള്ള സെൻറ്റൻസസ് തന്നിട്ട് അവയെ ബേസ് ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹൂ ഇസ് ദ ഹീ റെഫേർഡ് ടു ഹിയർ, വാട്ട് ഇസ് ദ ഇൻസിഡൻറ്റ് എന്നൊക്കെ ചോദിച്ചേക്കാം. അതിന് നമ്മൾ വ്യക്തമായി നല്ല രീതിയിൽ ടെക്സ്റ്റ് ഫെമിലിയറൈസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ എന്ത് ചോദിക്കാം? ഒരു റിവ്യൂ ചോദിക്കാം അല്ലേ? Attempt a review of the story
ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഈ ഒരു സ്റ്റോറിക്ക് മാത്രമല്ല മറ്റ് സ്റ്റോറീസിനെ കുറിച്ചും അത്തരത്തിലൊരു ചോദ്യം വന്നേക്കാം. എങ്ങനെയാണ് നമ്മൾ റിവ്യൂ എഴുതുക? എന്തൊക്കെയാണ് റിവ്യൂവിൻ്റെ ഫീച്ചേഴ്സ്? നമുക്ക് നോക്കാം. A proper introduction with reference to the title of the story, name of the author, and the theme of the story. Then there should be a reference to the characters in the story, and in this case, the young seagull, who is the central character, then his parents and siblings. Siblings എന്ന് പറഞ്ഞാൽ എന്താ? SIBLINGS, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ആണ് ഇവിടെ, സഹോദരങ്ങൾ എന്നാണ് അർത്ഥം. Then refer to the major events of the story. After that, the conclusion part, in which we give our opinions on the story, whether we like it or not, and the reason for that. നേരത്തെ പറഞ്ഞതുപോലെ റിവ്യൂ ക്വസ്റ്റ്യൻ മറ്റേതൊക്കെ ലെസൺസിൽ വരാം? യെസ്, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ദ സെറാങ് ഓഫ് രണഗഞ്ചി. ശരി, മറ്റെന്തൊക്കെ ചോദിക്കാം ഈ ലെസണിനെ ബേസ് ചെയ്ത്? യെസ്, എ ജനറൽ ക്വസ്റ്റ്യൻ ഓൺ മദർഹുഡ് ആൻഡ് പാരന്റിംഗ് ചോദിക്കാം. You may be asked to write a paragraph on how the mother helped the young seagull. So, what are the features of a paragraph? Yes, a paragraph can have 3 parts: a topic sentence, the supporting details, and a concluding sentence. The topic sentence is the first sentence of a paragraph which states the main idea. The supporting details elaborate on the ideas that are presented in the topic sentence. Facts, figures, analysis, and expert opinion form the supporting details. The concluding sentence connects the ideas presented in the paragraph. ഇപ്പോൾ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടാകണം. അതിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാകണം. അത് കഴിഞ്ഞ് അതിനെ കണക്ട് ചെയ്യുന്ന സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ്, അതാണ് നേരത്തെ പറഞ്ഞ ഫാക്റ്റുകൾ, വസ്തുതകൾ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു അനാലിസിസ് അവിടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം നമുക്ക് അവിടെ ചേർക്കാം. അത് കഴിഞ്ഞ് കൺക്ലൂഷനിൽ ടോപ്പിക് സെൻറ്റൻസിൽ പറഞ്ഞ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റാബ്ലിഷ് ചെയ്യണം. യൂഷ്വലി എ റിവ്യൂ ക്വസ്റ്റ്യൻ ആൻഡ് എ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ carry 6 score. An essay question that carries 8 score can be asked based on this lesson. A question like the role of family in molding a child could be asked. Essay questions based on the lesson I Will Fly can also be expected. So, എന്തൊക്കെയാണ് ഒരു വെൽ റിട്ടൺ എസ്സേയുടെ ഫീച്ചേഴ്സ്? നമുക്ക് നോക്കാം. There should be a proper introduction which provides an idea on the topic. You can quote evidence from the lesson or real life incidents. ഇപ്പോൾ മദർഹുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചോദ്യം വരികയാണ്, എങ്ങനെയാണ് അമ്മ ഈ യങ് സീഗളിനെ സപ്പോർട്ട് ചെയ്തത്? അപ്പോൾ ലെസണിൽ നിന്ന് തന്നെ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ഓൺലി ദ മദർ വാസ് ലുക്കിംഗ് അറ്റ് ഹിം, സോ ഷീ വാസ് കൺസേൺഡ് അബൌട്ട് ഹെർ ചൈൽഡ്. പിന്നെ ഷീ ബ്രിങ്സ് എ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ക്ലോസ് ടു ഹിസ് ബീക്ക്, അല്ലേ? ആ ഒരു സംഭവം നമുക്ക് റിലേറ്റ് ചെയ്യാം. ആൻഡ് ഷീ ഡസ് നോട്ട് ഫീഡ് ഹിം, ഇൻസ്റ്റെഡ് ഷീ എൻകറേജസ് ഹിം ടു ടേക്ക് ദാറ്റ് ലീപ്പ് ആൻഡ് ഫ്ലൈ. അതാണ് റെഫറൻസ് ഫ്രം ദ ലെസൺ. എ കൗണ്ടർ ആർഗ്യുമെൻറ്റ് കെൻ ഓൾസോ ബി പ്രസൻറ്റഡ്. ഇപ്പം നമ്മൾ പേരൻറ്റിങ്ങിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വരുന്നു, നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നെഗറ്റീവ് പേരൻറ്റിങ്ങിനെ കുറിച്ച് പറയാം. സം പേരൻസ് സപ്പോർട്ട് ദെയർ ചിൽഡ്രൻ ടു മച്ച്.
അവരുടെ ഹോംവർക്കും അസൈൻമെൻറ്റും ഒക്കെ ചെയ്തു കൊടുക്കുക. അത് ഒരു നെഗറ്റീവ് പാരൻറ്റിങ്ങിൻ്റെ സൈനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിന് വിരുദ്ധമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനെയാണ് കൗണ്ടർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സമഗ്രമായി അനലൈസ് ചെയ്ത് വേണം നമ്മൾ ഒരു എസ്സേ എഴുതാൻ. പിന്നെ കൺക്ലൂഷൻ പാർട്ട്, ഹൈലൈറ്റിംഗ് ദ മെയിൻ പോയിന്റ്സ്. ഐ വിൽ ഫ്ലൈ എന്ന ലെസണിൽ നിന്നും എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ആ ലെസൺ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? യെസ്, ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്പീച്ചാണത്. ഇൻ ഇറ്റ് he refers to a question posed by a nervous teenager when he was the chief guest at the inauguration of Shastrayaan, a program for the propagation of science. As you remember, the teenager lacked self-confidence and asked Kalam to help him achieve his dreams. What does Kalam say? Yes, to find the uniqueness in him. What are the possible questions that could be asked from the lesson? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 score, 2 score questions could be asked. അല്ലേ? ടെക്സ്റ്റിൽ നിന്ന്, ആ സ്പീച്ചിൽ നിന്ന് ചില സെൻറ്റൻസസ് കോട്ട് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. പിന്നെന്തൊക്കെ ചോദിക്കാം? How about an email? Imagine that the boy who posed the question to Dr. Kalam sends an email to his friend referring to the incident. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ. ഏകദേശം എത്ര സ്കോറിന് ചോദിക്കാം? യെസ്, 6 score. What are the important aspects of an email? Yes, we have to provide the email address of the person to whom it is sent. Specify the subject in the subject bar. Start with a salutation like "Dear," then the body of the email in which we state the purpose. After that, there should be a conclusion with a formal tone like "Sincerely" or "Regards." A model is given on page number 168 in our English course book. Another discourse form that could be asked based on this lesson is speech. ഒരു സ്പീച്ച് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? യെസ്, begin with a proper salutation like "Good morning everyone," "Respected principal," and the like. Then introduce the topic by referring to the relevance of the occasion. ചിലപ്പോൾ എൻവയൺമെൻറ്റ് ഡേയുമായി ബന്ധപ്പെട്ടൊരു സ്പീച്ചായിരിക്കാം, അല്ലെങ്കിൽ വിമൻസ് ഡേയുമായി ബന്ധപ്പെട്ടൊരു സ്പീച്ചായിരിക്കാം. അപ്പോൾ ആ ഒക്കേഷൻ്റെ, ആ ഒരു സന്ദർഭത്തിൻ്റെ അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ അവിടെ എടുത്ത് പറയണം. Then organize the ideas in the body of the speech. You may also quote an expert if possible. Then come to a conclusion summing up all the points. A speech can be asked from the lesson and then Gandhi came also. എന്തൊക്കെയാണ് നമ്മൾ ആ പാഠത്തെക്കുറിച്ച് ഓർക്കേണ്ടത്? Yes, it is an excerpt from the work Discovery of India by Jawaharlal Nehru. It speaks about how India was in a state of confusion after World War I, how the people lacked proper direction, and how Gandhi came to the scene like a beam of light that pierced the darkness. Alle? What was the essence of Gandhiji's teaching? Yes, fearlessness or abhaya and truth. മുൻപ് പല വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് വാസ് ദി എസെൻസ് ഓഫ് ഗാന്ധീസ് ടീച്ചിങ്. അപ്പം എന്തെഴുതണം? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. He asked the freedom fighters to go to the villages and see how the ordinary villager lived. He also asked them to give up the British titles and the kind of luxurious life they led.
ആ ഒരു എസ്സേയിൽ നെഹ്റു പ്രത്യേകം പറയുന്നുണ്ട്, എല്ലാവരും ഗാന്ധി പറഞ്ഞത് അതുപോലെ ഫോളോ ചെയ്തില്ല. സ്റ്റിൽ ഹി കുഡ് ഇഫക്റ്റ് എ സൈക്കോളജിക്കൽ ചേഞ്ച് among the masses. Nehru also says that Gandhi clung to truth always and prompted all around him to do so. The essay ends with Gandhi's idea of a dream India. എന്തൊക്കെയാണ് അവിടെ പറയുന്നത്? പലപ്പോഴും ചോദിച്ചേക്കാം. ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യയും നിങ്ങളുടെ സ്വപ്നത്തിലെ ഇന്ത്യയും, അത്തരമൊരു ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം. Yes, Gandhi dreamed of an India in which the poor man has a voice. An India in which there is no high class or low class. An India in which all communities live in perfect harmony. An India in which there is no curse of untouchability and intoxicating drinks and drugs. ഈ പോയിന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. What are the possible questions that could be asked? Yes, a letter that you write to a friend on Gandhian values. Then, a letter to the editor on the necessity of Gandhian values in our times. ഇന്നത്തെ കാലത്ത് ഗാന്ധിയൻ വാല്യൂസിന് നമ്മൾ എത്ര വില കൊടുക്കുന്നുണ്ട് എന്ന് സ്വയം ചിന്തിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു ചോദ്യം ഒരു ലെറ്റർ ടു ദി എഡിറ്ററായിട്ട് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഒരു ലെറ്റർ ടു ദി എഡിറ്റർ എഴുതുമ്പോൾ ആദ്യം സല്യൂട്ടേഷൻ ഉണ്ടാകണം. ദെൻ വി ക്യാൻ റെഫർ ടു ദ റീസൺ, എന്തുകൊണ്ടാണ് ഈ ഒരു എഴുത്ത് നമ്മൾ എഴുതുന്നത് എന്നവിടെ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാം. ദെൻ ഇലാബറേറ്റ് ഓൺ ദ ഐഡിയ and supplement it with facts and evidence, and also refer to the need to highlight the issue or idea. എന്തിനാണ് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്? It should be brought to public attention. ഗാന്ധിയൻ വാല്യൂസിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപക്ഷെ ഒരു എൻവയൺമെൻ്റൽ ഇഷ്യൂ ആണെന്നിരിക്കട്ടെ. നിങ്ങളുടെ സമീപ പ്രദേശത്തുള്ള പുഴകൾ ആളുകൾ മാലിന്യം ഡംപ് ചെയ്ത് വൃത്തികേടാക്കുന്നു, നശിപ്പിക്കുന്നു, അങ്ങനെയൊരു ടോപ്പിക്കാണെന്നിരിക്കട്ടെ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ലെറ്റർ ടു ദി എഡിറ്റർ എഴുതുമ്പോൾ ആ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യപ്പെടണമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. എ ലെറ്റർ ടു ദി എഡിറ്റർ ഷുഡ് ബി കൺക്ലൂഡ് വിത്ത് എ സജഷൻ ഓർ ഒപ്പീനിയൻ ടു സോൾവ് ദ ഇഷ്യൂ ആൻഡ് ദർ ഷുഡ് ബി എ ഫോർമൽ ടോൺ വെൻ യു വൈൻഡ് അപ്പ്. യോഴ്സ് ട്രൂലി or yours sincerely. ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. A letter to the editor can be a 6 or 8 score question. Another question that could be asked based on this lesson is editorial. എന്തൊക്കെയാണ് ഒരു എഡിറ്റോറിയലിൻ്റെ ഫീച്ചേഴ്സ്? യെസ്, there should be a title. ഒരു പത്രത്തിൻ്റെ പത്രാധിപർ എഴുതുന്ന കുറിപ്പാണ്, പത്രാധിപ കുറിപ്പാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പലപ്പോഴും സമൂഹത്തെ അഫക്റ്റ് ചെയ്യുന്ന പല ഇഷ്യൂസിനെ കുറിച്ചാണ് എഡിറ്റോറിയലുകൾ എഴുതപ്പെടാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈറ്റിൽ ഉണ്ടാകണം. ദെൻ an introduction to the topic should be there in the first paragraph. After that, provide sufficient explanation with evidence. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രദേശത്തെ എൻവയൺമെൻ്റൽ ഇഷ്യൂസിനെ കുറിച്ചാണ് എഡിറ്റോറിയൽ എഴുതുന്നതെങ്കിൽ അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് റെഫർ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. എൻവയൺമെൻ്റൽ ഇഷ്യൂസ് നമുക്ക് ഫസ്റ്റ് ഇയർ കോഴ്സ് ബുക്കിലില്ല, എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. Then, present a logical solution and conclude summing up the points that are raised. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. We'll move to the story The Price of Flowers by Prabhat Kumar Mukhopadhyay. മാഗിയുടെ അമ്മ മിസ്സസ് ക്ലിഫേർഡ് ആൻഡ് മിസ്റ്റർ ഗുപ്ത, ഇവർ 3 പേരെയും നമ്മൾ കണ്ടു.
ഇല്ലേ? മിസ്റ്റർ ഗുപ്തയും മാഗിയും ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു. മിസ്റ്റർ ഗുപ്ത മാഗിയുടെ അമ്മയെ പരിചയപ്പെടുന്നു. മാഗിയുടെ ബ്രദർ ഫ്രാങ്ക് ഇന്ത്യയിൽ സോൾജിയറാണ് എന്ന് അറിയുന്നു. അയാളുടെ കത്തുകൾ വരുന്നില്ല എന്നറിയുന്നു. അയാളെക്കുറിച്ച് മിസ്റ്റർ ഗുപ്ത അന്വേഷിക്കുന്നു. യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്നു എന്ന വിവരം ഈ അമ്മയും മകളെയും ധരിപ്പിക്കുന്നു. പിന്നീട് എന്താണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. ആദ്യത്തെ വിസിറ്റിൽ തന്നെ ഫ്രാങ്ക് അയച്ച ഒരു മാജിക്കൽ റിംഗ് നോക്കിയിട്ട് ഫ്രാങ്ക് ദൂരെ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന മിസ്സസ് ക്ലിഫേർഡിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴെന്താണ് മിസ്റ്റർ ഗുപ്ത ചിന്തിക്കുന്നത്? സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഉണ്ട് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടാകുന്നു അല്ലേ? ഏതായാലും ശരി, മിസ്സസ് ക്ലിഫേർഡ് സുഖമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ മിസ്റ്റർ ഗുപ്ത മാഗി അറിയിച്ചതിനെ തുടർന്ന് അവിടെ എത്തുകയാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അവരൊരു സിങ്കിങ് സ്റ്റേജിലാണ്, വെരി ക്രിട്ടിക്കൽ. സോ മാഗി ആസ്ക്സ് ഹിം ടു കംഫർട്ട് ഹെർ. ഏത് രീതിയിലാണ്? ഈ ക്രിസ്റ്റൽ റിംഗ് നോക്കിയിട്ട് ഫ്രാങ്ക് സേഫാണോ ഇല്ലയോ എന്ന് അമ്മയോട് പറയണം. അഥവാ ഒന്നും കാണുന്നില്ല എങ്കിൽ ഒരു നുണ പറയാൻ പോലും മാഗി മിസ്റ്റർ ഗുപ്തയെ പ്രേരിപ്പിക്കുന്നു. മാഗിയുടെ വാക്ക് കേട്ട് മിസ്റ്റർ ഗുപ്ത അത്തരത്തിൽ മിസ്സസ് ക്ലിഫേർഡിനോട് എന്തു പറയുന്നു? ദാറ്റ് ഹെർ സൺ ഈസ് സേഫ്. പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞ് ഹി റിസീവ്സ് എ പോസ്റ്റ് കാർഡ് സെൻറ്റ് ബൈ മാഗി. എന്താണ് അതിൽ പറഞ്ഞിരുന്നത്? അതെ, ഫ്രാങ്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ മരിച്ചുപോയി യുദ്ധത്തിൽ. മിസ്റ്റർ ഗുപ്ത കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ താൻ നുണ പറഞ്ഞ ദിവസങ്ങളിൽ ഫ്രാങ്ക് ജീവിച്ചിരിപ്പില്ല എന്നത് മനസ്സിലായി. സോ ഹി വാസ് നോട്ട് ഇൻ എ പൊസിഷൻ ടു ഫേസ് മിസ്സസ് ക്ലിഫേർഡ് അഗൈൻ. അദ്ദേഹം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ച് ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഈ വിവരം മാഗിയെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം പോകുന്ന ദിവസം മാഗി അദ്ദേഹത്തെ കാണാൻ വരികയാണല്ലേ. തൻ്റെ സഹോദരൻ്റെ കല്ലറയിൽ പൂക്കൾ വാങ്ങിവെക്കാൻ 1 ഷില്ലിംഗ് മിസ്റ്റർ ഗുപ്തയ്ക്ക് നൽകുന്ന മാഗിയെ നമ്മൾ കാണുന്നുണ്ട്. ഹി വോണ്ട്സ് ടു ഗിവ് ഹെർ എ റിപ്ലൈ. എന്താണ്? ഇന്ത്യയിൽ പൂക്കൾ ഒരുപാട് കിട്ടും, പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ബട്ട് ഹി ഈസ് നോട്ട് ഏബിൾ ടു ടെൽ ഹെർ ദാറ്റ് ബിക്കോസ് ആ 1 ഷില്ലിംഗ് സമ്പാദിക്കുന്നതിന് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം. അതറിയുന്നത് കൊണ്ട് തന്നെ മിസ്റ്റർ ഗുപ്ത ഒന്നും തന്നെ പറയാതെ ആ ഷില്ലിംഗ് വാങ്ങുന്നു. ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില. ഇവിടെ പൂക്കൾക്ക് ഒരു വില കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരു പക്ഷേ ജസ്റ്റിഫൈ ദ ടൈറ്റിൽ എന്ന് പറഞ്ഞ് ഒരു ചോദ്യം ചോദിച്ചേക്കാം. 6 സ്കോറിനാണ് അത്തരം ചോദ്യങ്ങൾ വരിക. ജസ്റ്റിഫൈ ദ ടൈറ്റിൽ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്, പൂക്കളുടെ വില. What could be the other questions that could be asked from this lesson? പ്രധാനമായും ക്യാരക്ടർ സ്കെച്ച് അല്ലേ? We have 3 major characters here: Maggie, Mr. Gupta and Mrs. Clifford. What should we keep in mind when we attempt a character sketch? Yes, refer to the title of the story and the author. ആദ്യം നമ്മൾ ആ ക്യാരക്ടറെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട്. ഏത് കഥയിലാണ്, ആരെഴുതിയ കഥയാണ്? Place the character about whom you are speaking and how important he or she is in the story. ഈ കഥയിൽ നമ്മൾ ഫ്രാങ്കിനെ കാണുന്നില്ല. അയാളൊരു കെയറിംഗ് ബ്രദറാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ കൂടുതൽ അടുത്തറിയുന്നത് ആരെയാണ്? മിസ്റ്റർ ഗുപ്തയെ അറിയാം, മാഗിയെ അറിയാം, മിസ്സസ് ക്ലിഫേർഡ് എന്ന വീക്കായ അമ്മയും നമുക്ക് അറിയാം. ദെൻ യു സ്പീക്ക് അബൌട്ട് ദ ജനറൽ നേച്ചർ, പൊതു സ്വഭാവം എന്താണ്? വെദർ ദേ ആർ ജോവിയൽ, ജോവിയൽ എന്നാൽ ഹാപ്പി, നല്ല സന്തോഷത്തോടുകൂടി എപ്പോഴും ജീവിതത്തെ ഫേസ് ചെയ്യുന്ന ഒരാളാണോ? വെദർ ദേ ആർ സാഡ്, ഹ്യൂമറസ്, തമാശക്കാരനാണോ അല്ലെങ്കിൽ തമാശക്കാരിയാണോ? മാഗിയെ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് കാണാൻ സാധിക്കുക? എ വെരി സിൻസിയർ ഗേൾ അല്ലേ?
hardworking, concerned about her family, innocent, ഇമോഷണൽ, സെൻസിറ്റീവ്, ഇതൊക്കെ നമുക്ക് അവരുടെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത്തരത്തിൽ നമ്മൾ ഓരോ കഥാപാത്രത്തെയും ക്യാരക്ടർ സ്കെച്ച് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. സ്പീക്ക് അബൌട്ട് ഹിസ് ഓർ ഹെർ ഇൻഫ്ലുവൻസ് ഓൺ അതർ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ മിസ്റ്റർ ഗുപ്തയെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആരുടെ മേൽ? മാഗിയുടെ മേൽ. ഹൗ ഹിസ് എൻട്രി ഇൻ ടു ഹെർ ലൈഫ് ചേഞ്ച്ഡ് ഹെർ. മറ്റു കുട്ടികളെപ്പോലെ സൂവിലൊക്കെ പോകുന്നതും ഒരു എലിഫൻറ്റ് റൈഡിന് പോകുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ ഷീ സ്റ്റാർട്ടഡ് എൻജോയിങ് ഹെർ ലൈഫ്. ദൂരെയുള്ള ബ്രദറിനെ പോലെ മിസ്റ്റർ ഗുപ്ത എന്ന ഒരു ബ്രദറിനെയും മാഗിക്ക് കിട്ടുന്നു. ഓൾസോ റെഫർ ടു ഹൗ ദേ റിയാക്ട് ടു എ സിറ്റുവേഷൻ. ഇപ്പോൾ മാഗി മിസ്റ്റർ ഗുപ്തയെ പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഒരു നുണ പറയുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ ആ സിറ്റുവേഷനിൽ ഷീ വോണ്ട്സ് ഹർ മദർ ടു ബി സേഫ്. ഷീ വോണ്ട്സ് ഹർ മദർ ടു റിക്കവർ ഫ്രം ദ ഇൽനെസ്. സോ ഷീ വോണ്ട്സ് മിസ്റ്റർ ഗുപ്ത ടു ടെൽ എ ലൈ. ഇതുപോലെ മറ്റൊരു കഥയുണ്ടല്ലോ നമുക്ക്, ദ സെറാങ് ഓഫ് രണഗഞ്ചി ബൈ ഡോക്ടർ എ.ജെ. ക്രോണിൻ. ഡോക്ടർ എന്നവിടെ ഇല്ല, അദ്ദേഹം ഡോക്ടറാണ്. ഈ ഒരു കഥയിൽ നിന്നും ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചേക്കാം. ഈ കഥ നമ്മളെല്ലാവരെയും വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് അല്ലേ? ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നിന്ന് ഇന്ത്യയിലെ കാൽക്കട്ടയിലേക്ക് പുറപ്പെടുന്ന ഒരു ഷിപ്പ്. ആ ഷിപ്പിൻ്റെ പേരാണ് രണഗഞ്ചി. ആ ഷിപ്പിൻ്റെ ഒഫീഷ്യൽ ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒഫീഷ്യൽ ഫിസിഷ്യനാണ് ഡോക്ടർ എ.ജെ. ക്രോണിൻ. ആ ഷിപ്പിൻ്റെ സെറാങ് ആണ് നമ്മുടെ ഹസൻ എന്ന സെൻട്രൽ ക്യാരക്ടർ, കേന്ദ്ര കഥാപാത്രം. വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് ആ സ്റ്റോറി തുടങ്ങുന്നത്. മിസ് ജോബ് സ്മിത്ത് എന്ന ലേഡിയുടെ ഒരു ഡയലോഗിലൂടെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഒരുപക്ഷെ ആ സെൻറ്റൻസ് തന്നെ കോട്ട് ചെയ്തേക്കാം. ലുക്ക് മൈ ഡിയർ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് എൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ? ഈ സെൻറ്റൻസ് കോട്ട് ചെയ്തിട്ട് ഹൂ ഇസ് ദ സ്പീക്കർ ഹിയർ, ഹൂം ഡസ് ഷീ റെഫർ ടു എന്ന് ചോദിച്ചേക്കാം. അതുപോലെ ഇവരുടെ സുഹൃത്ത് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ലുക്സ് ഹാർഡ്ലി ഹ്യൂമൻ, ഇൻക്ലൈൻസ് എ ചാപ്പ് ടു ബിലീവ് ദാറ്റ് ഡിയർ ഓൾഡ് ഡാർവിൻ വാസ് നോട്ട് ഓൾടുഗെദർ റോങ്. ഇവിടെയും ഹൂ ഇസ് ദ സ്പീക്കർ ഹിയർ എന്ന് ചോദിച്ചേക്കാം. ഹൂം ഡസ് ഹി ഓർ ഷീ റെഫർ ടു എന്നും ചോദിച്ചേക്കാം. ഈ ഷിപ്പ് പുറപ്പെട്ട് ഏതാണ്ട് പോർട്ട് സയ്യിദൊക്കെ കഴിഞ്ഞ് അവർ അറേബ്യൻ സീയിലേക്ക് കടക്കുമ്പോഴാണ് ഡോക്ടർ ക്രോണിൻ്റെ അടുത്ത് ഹസൻ എന്ന കഥാപാത്രം, നമ്മുടെ നായകൻ, എത്തുന്നത്. 2 of the deck hands had contracted സ്മോൾ പോക്സ് അല്ലേ? ഡോക്ടർ അത് കണ്ടെത്തുന്നു ഇവർക്ക് സ്മോൾ പോക്സ് ആണെന്ന്. He immediately reports it to Captain Hamble. ക്യാപ്റ്റൻ ഹാമ്പിൾ എന്താണ് പറയുന്നത്? താങ്കളെ സഹായിക്കാനായി ഹസൻ അല്ലാതെ മറ്റാരെയും എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. ബട്ട് ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ് എന്ന് പറയുന്നു. ഇനി 8 ദിവസം യാത്ര ചെയ്താലേ ഒരു തുറമുഖത്തെത്തുകയുള്ളൂ. അത് കൊളംബോയാണ്. ആ 8 ദിവസം ഇത് മാനേജ് ചെയ്യണം അല്ലേ? ഹൂ ഹെൽപ്സ് ദ ഡോക്ടർ? ഹസൻ. പിന്നീട് ആ കഥയിൽ നിന്ന് തന്നെ ഹസൻ എന്ന വ്യക്തിയുടെ ക്യാരക്ടർ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഈ ലോകത്തിൻ്റെ മെറ്റീരിയലിസ്റ്റിക് ഇൻട്രസ്റ്റുകളൊന്നുമില്ലാത്ത, അധികം സംസാരിക്കാത്ത ഹസൻ. ബട്ട് ഹീസ് എ ബ്രേവ് മാൻ. കാരണം എന്താണ്? ഡോക്ടറോടൊപ്പം ഈ ഒരു കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസ്, സ്മോൾ പോക്സ് എന്ന് പറയുന്നത് വളരെ ഡെഡ്ലി ആയൊരു ഡിസീസാണ്. അതിനെ ഫേസ് ചെയ്യാനും ഒരു ചെറിയ ക്ലിനിക്ക് പോലൊരു ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ലാസറേറ്റോ ഇറക്റ്റ് ചെയ്യാനും പിന്നീട് 14ഓളം പേഷ്യൻസ് അവിടെ വരുമ്പോൾ അവരെ എല്ലാവരെയും കെയർ ചെയ്യാനും ശുശ്രൂഷിക്കാനും മുൻപന്തിയിൽ ഹസൻ തന്നെയാണുള്ളത്.
and there is a huge transformation in the doctor's attitude towards life. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാരക്ടർ സ്കെച്ച് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹസൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒരുപക്ഷെ നമുക്ക് വന്നേക്കാം. നേരത്തെ പറഞ്ഞ രീതിയിൽ അനലൈസ് ചെയ്യുക. And try to supplement evidence from the story. What else could be asked from that lesson? Yes, a speech to felicitate Hassan for his selfless service could be asked. Then, a letter that Dr. Cronin writes to the shipping company to reward Hassan also could be asked. Hassan ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിംഗ് കമ്പനി, രണഗഞ്ചി എന്ന ഷിപ്പിൻ്റെ ഓണർ ആയിട്ടുള്ള കമ്പനി ഹസന് വേണ്ട റിവാർഡ് കൊടുക്കണം എന്ന് ഡോക്ടർ ക്രോണിൻ എഴുതുന്ന ഒരു എഴുത്ത്, അതൊരു ഫോർമൽ ലെറ്ററാണ്. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. പിന്നെ പൊതുവായി ആ യൂണിറ്റ് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചായതുകൊണ്ട് there can be a general question on disasters and disaster management. The Sarang of Ranaganji എന്ന കഥയിൽ ആ ഡിസാസ്റ്റർ എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്തത്? Such a question could also be asked. There can even be a general question on how the Kerala floods in 2018 affected the state and how we resisted the disaster, how we managed the disaster. അതിനെക്കുറിച്ച് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു സ്പീച്ച് ചോദിച്ചേക്കാം. അതിൻ്റെ സ്കോർ 8 ആയിരിക്കും. Moving on, we will deal with the sacred turtles of Kandavu, which is a lovely travel essay on a strange ritual called turtle calling. The turtle calling ritual is conducted in a village called Namuana in Kandavu Island. ഈ കണ്ടാവു ഐലൻഡ് എവിടെയാണ്? ഫിജിയിലാണ് അല്ലേ? The maidens of the village come to the seashore on a fixed day in special costumes, carrying tattooed clubs and sing a particular chant. അവരങ്ങനെ പാട്ട് പാടുമ്പോൾ എന്താണ് കാണാൻ കഴിയുക? The turtles will rise to the surface of the sea. This ritual is connected to a legend and It is the story of Thineikaboga and Rudalis. Thineikaboga ആരായിരുന്നു? നമുവാനയിലെ ഗ്രാമമുഖ്യൻ്റെ ഭാര്യയായിരുന്നു അല്ലേ? The chief of the village. She was the wife of the chief of the village. And who was Rudalis? Rudalis was their daughter. ഈ അമ്മയും മകളും ഒരു ദിവസം എവിടെ പോയി? അവർ ഫിഷിങ്ങിന് പോയി അല്ലേ? സാധാരണ പോകുന്ന ഏരിയ വിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ട് സീയിലേക്ക് പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? They were abducted or kidnapped by the fishermen of the nearby village of നബുക്കലവ്. നബുക്കലവ് എന്ന സമീപത്തെ ഗ്രാമത്തിലെ ഒരു കൂട്ടം ഫിഷർമെൻ അവരെന്ത് ചെയ്യുന്നു? ഇവരെ, ഈ രണ്ട് സ്ത്രീകളെ അബ്ഡക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്നു. They pleaded for their lives. ഫിഷർമെൻ കേട്ടോ? ഇല്ല. അവരെന്ത് ചെയ്തു? ഇവരെ കൈയും കാലും കെട്ടി ഈ ബോട്ടിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് എറിയുകയാണ് ഉണ്ടായത്. Then what happened? The gods of the sea were angry and a storm was created. Then the women got transformed to turtles. The fishermen got scared and cast them overboard. ഭയന്ന അവർ, ഈ ഫിഷർമാൻ എന്ത് ചെയ്തു? ഈ ടേർട്ടിൽസിനെ എടുത്ത് തിരിച്ച് കടലിലേക്ക് എറിയുകയാണ് ഉണ്ടായത്.
Legends say that the turtles stayed in the waters of the sea forever. So, during the turtle calling, if anyone from Nabukelevu is present, the turtles will not rise to the surface of the sea. What could be the questions that could be asked from this lesson? Yes, a live TV report of turtle calling can be asked. ഒരു ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം ടെൻസ് ശ്രദ്ധിക്കാം. ആദ്യം ടെൻസ് ശ്രദ്ധിക്കണം. ഏത് ടെൻസ് ആയിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ? പിന്നെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റെഫർ ടു ദ ലൊക്കേഷൻ ഫ്രം വെയർ യു ആർ റിപ്പോർട്ടിംഗ്. ഐ എം റിപ്പോർട്ടിംഗ് ഫ്രം the Namuana village, I am reporting from Namuana village in Kandavu എന്നുള്ളത് പറയാൻ ശ്രദ്ധിക്കുക. Then the event that is being reported. All the maidens have gathered on the seashore. The program is about to begin. Hundreds of tourists have gathered here എന്നൊക്കെ പറയാം. Then refer to the legend also. ടിനൈക്കോ ബോഗയുടെയും റുദാലിസിൻ്റെയും കഥ നമുക്ക് പറയാം. ആൻഡ് ഓൾസോ ഗീവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അപ്പിയറൻസ് ഓഫ് ദ മെയ്ഡൻസ്. അവരുടെ വേഷവിധാനം, അവരുടെ ടാറ്റൂഡ് ക്ലബ്സ്, കയ്യിലുള്ള ആ ടാറ്റൂഡ് ക്ലബ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറയാം. ആൻഡ് ഓൾസോ റെഫർ ടു ദ സോങ് ദാറ്റ് ദേ ചാൻറ്റ്. Then a newspaper report could be asked. Then a newspaper report could be asked based on this event. Use simple past tense in this. A newspaper report should have a catchy title. There should be a reference to the location as we did in the live TV report. റെഫർ ടു ദ മേജർ ഇവൻറ്റ്സ്. ഇതെല്ലാം സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ പറയേണ്ടത്. ഈ ടൈറ്റിലിൻ്റെ തൊട്ട് താഴെയായിട്ട് ആരാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നുള്ളതിന് സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാഫ് കോറസ്പോണ്ടൻറ്റ് എന്ന് കൊടുക്കാം. റെഫർ ടു ദ ലെജൻഡ് അസോസിയേറ്റഡ് വിത്ത് ദ റിച്വൽ. ദെൻ പ്രൊവൈഡ് അതർ ഡീറ്റെയിൽസ് ലൈക്ക് ദ അപ്പിയറൻസ് ഓഫ് ദ മെയ്ഡൻസ്, the crowd that has gathered there, and whatever you feel like supplementing. Both these questions, a live TV report and a newspaper report, carry 6 score. You may also be asked to write about your own personal experience when you visited a tourist place. അതുപോലെ നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു ആചാരത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. Another question is to introduce the ritual to a group of tourists as a tourist guide. Imagine that you are a tourist guide എന്ന് പറഞ്ഞൊരു ചോദ്യം വരാം. You are introducing the ritual of turtle calling to the group of tourists who have gathered there. ഒരു 6 score question അവിടെ ചോദിച്ചേക്കാം. ഇതിന് ഉത്തരം എഴുതുമ്പോൾ കണ്ടാവു ഐലൻഡിലെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ പറയാം. പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യരുത്, യൂസ് ദ വേസ്റ്റ് ബിൻ, ഡോണ്ട് ക്യാച്ച് ടേർട്ടിൽസ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോക്കസ് ഏരിയ അധികരിച്ചുള്ള കൈറ്റ് വിക്ടേഴ്സ് തയ്യാറാക്കിയ ഫസ്റ്റ് ബെൽ ഓഡിയോ ക്ലാസ്. We have 2 poems in our focus area, right? If and Death the Leveler. There can be questions quoting lines from the poem. For example, if you can meet with triumph and disaster and treat those 2 impostors just the same, എന്ന വരികൾ കോട്ട് ചെയ്തിട്ട് who are the impostors referred to? What is the idea conveyed? എന്ന് ചോദിച്ചേക്കാം. മുൻപ് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റ് 2 വരികൾ പറയാം. If you can fill the unforgiving minute
with 60 seconds worth of distance run. ഇത് കോട്ട് ചെയ്തിട്ട് വാട്ട് ഇസ് ദ ഐഡിയ കൺവേഡ് ഹിയർ എന്ന് ചോദിക്കാം. ഇതൊക്കെ 1 score 2 score questions ആണ്. Then from Death the Leveler, the line Death lays his icy hands on kings. What is the figure of speech എന്ന് ചോദിച്ചേക്കാം. എന്താണ് അവിടെ? പേഴ്സോണിഫിക്കേഷൻ അല്ലേ? പേഴ്സോണിഫിക്കേഷൻ എന്നാൽ ആട്രിബ്യൂട്ടിംഗ് ഹ്യൂമൻ ക്വാളിറ്റീസ് ടു ഇനാനിമേറ്റ് തിങ്സ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുണ്ട് എന്ന് പറയുക. ഇവിടെ ഡെത്ത് ഒരു വസ്തു അല്ലെങ്കിലും മരണം എന്ന ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം അതിനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ടാണ് ഹിസ് എന്നവിടെ പറയുന്നത്. അപ്പോൾ പേഴ്സോണിഫിക്കേഷൻ അവിടെയുണ്ട്. Another question, comment on the imagery in this line. ഈ വരിയിലെ ഇമേജറി എന്താണെന്ന് ചോദിച്ചേക്കാം. അവിടെ ഐസി ഹാൻഡ്സ് എന്ന് വരുന്നുണ്ട് അല്ലേ? ടച്ചുമായി ബന്ധപ്പെട്ട ഒരു ഇമേജറിയാണ്. ഇഫ് is a didactic poem in which the poet gives us certain conditions satisfying which we can be good citizens. But most of us do not like listening to advice, right? So, a topic like too much of advice may spoil one can be given for a debate. ഒരു ഡിബേറ്റിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ആർഗ്യൂ ചെയ്യേണ്ടത്? ഫോർ ആയിട്ടും എഗൻസ്റ്റ് ആയിട്ടും ചോദിച്ചേക്കാം. ചിലപ്പോൾ 4 പോയിന്റ്സ് ഈ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്ത് എഴുതാൻ വന്നേക്കാം. അതുപോലെ 4 പോയിന്റ്സ് ഈ ടോപ്പിക്കിന് എഗൻസ്റ്റ് ആയിട്ടും വന്നേക്കാം. അപ്പോൾ ഡിബേറ്റിൽ എങ്ങനെയാണ് പൊളൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് യൂസ് ചെയ്യേണ്ടത് എന്ന് നാം അറിയണം. ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു, ഐ സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ് ഓർ ഐ സപ്പോർട്ട് യുവർ വ്യൂ, ഇൻ മൈ ഒപ്പീനിയൻ എന്നൊക്കെ പറയാം. അതുപോലെ തിരിച്ചു പറയാം. ഐ ഡോണ്ട് എഗ്രി വിത്ത് യു, ഐ ഡിസഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി, ഐ എം അഫ്രെയ്ഡ് ഐ ഹാവ് എ ഡിഫറെൻറ്റ് വ്യൂ ഓൺ ദിസ് ടോപ്പിക് എന്നൊക്കെ നമുക്ക് എഴുതാം. ഐ എം അഫ്രെയ്ഡ് എന്നാൽ ഐ തിങ്ക് എന്നാണ്. അല്ലാതെ ജനറലായി ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ചോദിച്ചേക്കാം. ഓർമ്മിക്കുക, ഒരു ടോട്ടലി ന്യൂ പോയം ആണ് നമുക്ക് നൽകുന്നത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നതിന് മുൻപ് 2-3 തവണ ആ കവിത വായിച്ചു നോക്കുക. യൂഷ്വലി 8 സ്കോറാണ് ക്രിട്ടിക്കൽ ആപ്രിസിയേഷന് ഉള്ളത്. ആദ്യം തന്നെ കവി തൻ്റെ അനുഭവങ്ങളാണോ അവിടെ ഷെയർ ചെയ്യുന്നത്, അതോ പ്രപഞ്ച സത്യത്തെക്കുറിച്ചാണോ, യൂണിവേഴ്സൽ ട്രൂത്താണോ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. കവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എങ്കിൽ അതൊരു സബ്ജക്റ്റീവ് പോയമാണ്. ഫോർ എക്സാമ്പിൾ, സൺറൈസ് ഓൺ ദ ഹിൽസ്. ഈ കവിതയിൽ കവി ഒരു മലമുകളിൽ നിന്ന് ഒരു പ്രഭാതത്തെ വീക്ഷിക്കുകയാണ്. അവിടെ അദ്ദേഹം കണ്ട കാഴ്ചകളാണ് പറയുന്നത്. അദ്ദേഹത്തിനുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ് പോയം. ഇനി ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, പ്രാപഞ്ചിക സത്യം, മരണത്തെപ്പോലെ, നമ്മുടെ ജെയിംസ് ഷേർലിയുടെ ഡെത്ത് ദ ലെവലർ. അവിടെ വരുമ്പോൾ കവി അവിടെ സന്നിഹിതനല്ല. അദ്ദേഹം മരണത്തെക്കുറിച്ച് വളരെ ഒബ്ജക്റ്റീവായി പറയുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഒബ്ജക്റ്റീവ് പോയമാണെന്ന് കണക്കാക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന കവിതയെ ആദ്യം അനലൈസ് ചെയ്ത് ഇത് സബ്ജക്റ്റീവാണോ ഒബ്ജക്റ്റീവാണോ എന്ന് കണ്ടെത്തുക. ദെൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ തീം ഓഫ് ദ പോയം. എന്തിനെക്കുറിച്ചാണ് കവി എഴുതിയിരിക്കുന്നത്? ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂസ്, അതാണല്ലോ ഇഫിലുള്ളത്. ദെൻ സം യൂണിവേഴ്സൽ ട്രൂത്ത് ലൈക്ക് ഡെത്ത് ഇൻ ഡെത്ത് ദ ലെവലർ, റിലേഷൻഷിപ്സ്. ഇതിലെന്തൊക്കെയാണ്? കൂടുതൽ തീമുകളുണ്ട്. ഏത് തീമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഫിക്സ് ചെയ്യാൻ നമുക്ക് കഴിയണം. ദെൻ ലുക്ക് ഫോർ പോയറ്റിക് ഡിവൈസസ്. കവി ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ്? ഈ കവിത മനോഹരമാക്കാൻ കവി എന്തൊക്കെ ചെയ്തിരിക്കുന്നു? സൗണ്ട് ഇഫക്ട്സ് നോക്കാം. അലിട്രേഷൻ, അസനൻസ്,
റൈം സ്കീം ഇവയൊക്കെ പരിശോധിക്കാം. ദെൻ ദ ഇമേജസ് ദാറ്റ് ആർ യൂസ്ഡ്, വിഷ്വൽ ഇമേജറി ഉണ്ടോ, ഓഡിറ്ററി ഉണ്ടോ, ഓൾഫാക്ടറി ഇമേജറി ഉണ്ടോ, അങ്ങനെ നമുക്ക് നോക്കാം. ദെൻ ദ സിംബൽസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ദ പോയം, ദ മൂഡ് ഓഫ് ദ പോയറ്റ്, ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞ പേഴ്സോണിഫിക്കേഷൻ മുതലായ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. പേഴ്സോണിഫിക്കേഷൻ മാത്രമല്ല, മെറ്റഫർ, മെറ്റോണിമി, ഓക്സിമറൺ മുതലായ ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഫോർ എക്സാമ്പിൾ, scepter and crown must tumble down and in the dust be equal made with the poor crooked scythe and spade എന്ന 4 വരികൾ. ഇതിലെ ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ്? മെറ്റോണിമി അല്ലേ? സെപ്റ്റർ ആൻഡ് ക്രൗൺ എന്തിനെ സൂചിപ്പിക്കുന്നു? റോയൽ ലൈഫിനെ. പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അല്ലേ? അപ്പോൾ when one thing is mentioned instead of another with which it has become closely associated because of a recurrent relation in experience, it becomes metonymy. ഇത്തരത്തിലൊരു അനാലിസിസ് ആണ് നമ്മൾ നടത്തേണ്ടത്. പിന്നെ while concluding, refer to the message of the poem. You may also add your own personal comments and opinions. As I said earlier, this question carries 8 score. So today we discussed the features of review, paragraph, essay, email, speech, letter to the editor, character sketch, travel essay, live TV report, newspaper report, and critical appreciation of a poem. I hope you will make use of the points we discussed and perform well in your examination. Question paper കിട്ടുമ്പോൾ കൂൾ ഓഫ് ടൈം നന്നായി ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻസ് 2-3 ആവർത്തി വായിച്ച് ഈസി ആയവ ആദ്യം എഴുതാൻ ശ്രമിക്കുക. പാർഷ്യലി ഈസി ആയവ പിന്നീട്, ഏറ്റവും ഡിഫിക്കൽട്ടായവ അവസാനം. ഒന്നും തന്നെ ഡിഫിക്കൽട്ട് ആകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. Don't spend too much of time on a particular question. Wish you all the best. Thank you.